പത്മരാജൻ അത് മനസ്സിലായി. പത്മരാജൻ എന്നോട് പറഞ്ഞു കടലാസും കളറുകളും എല്ലാം എടുത്തോളാൻ പറഞ്ഞു. ഞാനെല്ലാം കൂടെ പൊതിഞ്ഞെടുത്തു. ലത്തീഫും ഉണ്ട്. ഞങ്ങൾ കാറിൽ കയറി എവിടെ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നെ കൊണ്ടുപോയി ഒരു വീട്ടിൽ എത്തിച്ചു. ഭരതൻ്റെ വീടായിരുന്നത്. അവിടെ ഭരതൻ ഈ ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു മേശയും ഒരു വരാന്ത പോലെ നല്ലൊരു സ്ഥലമുണ്ട്, തുറസായ നല്ല സ്ഥലം. അപ്പം ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, പലതും ഉണ്ട്. എല്ലാവരും ഇതായിട്ട് പറയുന്ന എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം, മലയാറ്റൂരിൻ്റെ 6-ാം പേരിൽ നെട്ടൂർ മഠം, മാധവിക്കുട്ടിയുടെ നിർമാതളം പൂത്തകാലം, മനോമി, എം.പി. നാരായണപിള്ളയുടെ പരിണാമം, മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ. കാലിഗ്രഫി എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും സുന്ദരമായ കൈപ്പട എന്നാണ്. മലയാളികൾ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ കൈപ്പടയുടെ ഉടമയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി നാരായണ പടതിരി സർ. നമസ്കാരം. വെൽക്കം ടു ഹൗ ഡിഡ് യു. 1980 കാലങ്ങൾ തൊട്ട് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഏറ്റവും ഭംഗിയുള്ള മലയാളം വാക്കുകൾ കണ്ടിട്ടുള്ള സാറിൻ്റെ വർക്കിലൂടെയാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ പെയിൻറ്റിങ് വിദ്യാർത്ഥിയായിരുന്ന സാറ് ഇന്ന് കാലിഗ്രഫി എന്ന് പറയുന്ന കലയുടെ മാസ്റ്ററായി മാറിയിരിക്കുന്നു. അപ്പം ഹൗ ഡിഡ് യു ഡു ദിസ് സർ? എന്താണ് സാറിൻ്റെ ഒരു ജേണി? അങ്ങനെയല്ല, ഞാൻ മലയാളം BA കഴിഞ്ഞിട്ടാണ് ഫൈൻ ആർട്സ് കോളേജിൽ വരുന്നത്. അതിനും ഒരു കാര്യമുണ്ട്. ഞാൻ മാവേലിക്കര ബിഷമൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ വൃത്തിയായിട്ട് എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവർ എൻ്റെ ഈ അക്ഷരം പ്രയോജനപ്പെടുത്തി തുടങ്ങി. എല്ലാ ദിവസവും കോളേജിലേക്ക് കയറി വരുന്നവരുടെ ഒരു പോസ്റ്റർ എഴുതി വെക്കുന്ന എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന പ്രദീപാണ് എന്നോട് പറഞ്ഞത് നമുക്കിങ്ങനെ എഴുതി വെക്കാൻ നല്ലതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ സമരമോ മറ്റോ വരുവാണെങ്കിൽ അതിനെപ്പറ്റിയുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കവിതകളോ അന്നൊക്കെ ഈ നറുദയുടെയൊക്കെ കവിതകളും ഒക്കെ എഴുതിയ പ്രദീപിന് എനിക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് എഴുതും എന്നല്ലാതെ അതിൻ്റെ കോമ്പസിഷനെ പറ്റിയൊന്നും എനിക്കൊരു ധാരണയില്ല. പക്ഷേ പ്രദീപിന് എഴുതാനോ വരയ്ക്കാനോ ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു പോസ്റ്റർ എൻ്റെ കോമ്പസിഷൻ എങ്ങനെ വേണമെന്നറിയാം. അപ്പോൾ പ്രദീപ് അതെനിക്ക് പറഞ്ഞു തരും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഞാൻ എഴുതി കൊണ്ടുവരും. അങ്ങനെ ഇതിങ്ങനെ നിരന്തരം ആയപ്പോൾ അവിടെ കോളേജിലെ അധ്യാപകർ അവരും ഇത് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് ഇതൊക്കെ എഴുതി കഴിവ് കളയരുത്, ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരത്തുണ്ട്, അവിടെ ചേർന്നാൽ നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയി ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് അവിടെ ചേരാൻ തീരുമാനിച്ചു. അച്ഛനോട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അച്ഛന് മാവേലിക്കര തന്നെ ഒരു പ്രസ് നടത്തുവാണ്. അപ്പോൾ ഈ പ്രസ് നടത്തുമ്പോൾ അന്നൊക്കെ ചെറിയ പ്രസ്സുകളാണ്, ഈ ഓഫ്സെറ്റൊന്നും കേരളത്തിൽ വന്നിട്ടില്ല. ചെറിയ പ്രസ് നടത്തുക. അപ്പോൾ ഈ സ്ഥിര വരുമാനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ പഠിക്കാൻ പോകുന്നതിന് വിഷമമില്ല, എല്ലാ മാസവും കൃത്യം 1-ാം തീയതി തന്നെ പൈസ അയച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. പൈസ തരത്തില്ല, നല്ല പൈസ തരാം, പക്ഷേ 1-ാം തീയതി തന്നെ. ഇപ്പോൾ അവിടെ പോയി പഠിക്കുമ്പോൾ ഹോസ്റ്റലിലാണേലും ഹോട്ടലിലാണേലും ഒക്കെ എല്ലാം 1-ാം തീയതി കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട, 3 മാസം തന്നാൽ മതി, എനിക്ക് പിന്നെ തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യം BA കഴിഞ്ഞിട്ട് അത്രയും പ്രായമായി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പൈസ ചോദിക്കുന്നതിനും ഒരു മടിയുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇത്തരം ജോലിക്ക് ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുക പോലുള്ള കൊമേഴ്ഷ്യൽ വർക്കുകൾക്ക് നല്ല സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് വിചാരിച്ച് ആണ് ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ പല ജോലികളും ഈ ബോർഡ് എഴുതുക പോലുള്ള ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഈ അക്ഷരത്തിൻ്റെ ഭംഗി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ജോലി ചെയ്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിയും. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അവിടെ സീനിയറായിട്ട് പഠിച്ചിരുന്ന S. രാജേന്ദ്രന് അക്കാലത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെയും സിനിമകളുടെയും ഒക്കെ പോസ്റ്ററും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആളായിരുന്നു. വളരെ അക്കാലത്ത് പ്രശസ്തനായ ആളായിരുന്നു. അപ്പോൾ രാജേന്ദ്രനെ ഞാൻ ചെന്ന് കണ്ടു. അപ്പം ഇതുപോലൊരു ടൈറ്റിൽ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊണ്ട് കൊടുത്തു. അങ്ങനെ രാജേന്ദ്രൻ്റെ അസിസ്റ്റൻ്റായിട്ട് രാജേന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്യുമായിരുന്നു. ദിവസം വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് രാജേന്ദ്രൻ്റെ അടുത്ത് പോകും, രാവിലെയും കുറച്ച് സമയമൊക്കെ പോയി ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് രാജേന്ദ്രനെയാണ് ആർട്ട് ഡയറക്ടറായിട്ട് കലാകൗമുദി വിളിക്കുന്നത്. അപ്പോൾ രാജേന്ദ്രൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും കലാകൗമുദിയിൽ പോയി. അങ്ങനെയാണ്
ഈ ഒരു ഇതിലേക്ക് വഴിമാറി വീഴുന്നത്. വരുന്നത് കുഞ്ഞിലേ തൊട്ടിട്ടേ ഈ എഴുത്ത് അല്ലെങ്കിൽ കൈയക്ഷരം അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു സാറ്? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം തോന്നി ഇങ്ങനെ മോശമായിട്ട് എഴുതുന്നത് ശരിയല്ലല്ലോ, നല്ലതായിട്ട് എഴുതണമല്ലോ എന്ന്. അതെ, സാറ് ക്ലാസ്സിൽ ഗാന്ധിയുടെ ആത്മകഥയെപ്പറ്റി എന്തോ ഒരു പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ഗാന്ധി പറയുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷണമാണ് നല്ല കൈയക്ഷരം എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് അന്നിങ്ങനെ തോന്നി. അപ്പോൾ അന്ന് ഒരു ദിവസം ഞാനങ്ങ് തീരുമാനിച്ചു ഇനി നന്നായിട്ട് എഴുതത്തുള്ളൂ എന്ന് തീരുമാനിച്ചപ്പോൾ ഈ അതിന് കൂടുതൽ സമയം വേണം. അപ്പം നോട്ട് പറഞ്ഞു തരുമ്പോഴും ഒക്കെ തന്നെ വൈകുന്നു. എല്ലാവരും എഴുതി കഴിഞ്ഞാലും പിന്നെ എഴുതും. പരീക്ഷയ്ക്ക് ചിലപ്പം 1-2 ചോദ്യങ്ങൾ വിട്ട് കളയേണ്ടി വരുന്നു അപ്പോൾ അതൊക്കെ എഴുതുന്നതുകൊണ്ട്. പരീക്ഷയിൽ തോറ്റാലും വേണ്ടില്ല, അക്ഷരം വൃത്തിയാക്കുക എന്നുള്ള ഒരു ഇത്. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ അവർ പുതിയ നോട്ട് ബുക്ക് മേടിക്കുമ്പോൾ പേരെഴുതി കൊടുക്കാനും ഒക്കെ പറയും. അക്ഷരം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു അന്ന് തൊട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ഛന് പ്രസ് ഉണ്ടപ്പോൾ അന്ന് ഈ ടൈപ്പ് ഫൗണ്ടറിയുടെ കാറ്റലോഗുകൾ അവിടെ വരും. പഴയ കാലത്ത് പ്രസ്സിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള അക്ഷരമുണ്ട്. അപ്പം അതൊക്കെ എഴുതി ശീലിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ അക്ഷരത്തെ എന്തുകൊണ്ടോ അന്നോട്ട് ഇഷ്ടമായിരുന്നു, അക്ഷരം ആയിരുന്നു ഇഷ്ടം. അപ്പം സാറിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതാൻ ശ്രമിക്കും. നമ്മളൊരു ഫോണ്ട് കണ്ടിട്ട് അന്ന് തൊട്ടിട്ട് തന്നെ സാറിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് പേനയൊക്കെ നമ്മൾ ഏത് ടൈപ്പ് പേനയൊക്കെ ആയിരുന്നു? ഇല്ല, അന്നൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഈ കാറ്റലോഗിലൊക്കെ തന്നെ അക്കാലത്തും മലയാളത്തിലുള്ള അധികം ഫോണ്ടുകളില്ല, ഇംഗ്ലീഷാണ്. പക്ഷേ എനിക്ക് മലയാളം ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഇംഗ്ലീഷ് ഫോണ്ടിനെ അനുകരിച്ച് ഉള്ള മലയാളം രീതിയാണ് ഞാൻ എഴുതി പോകുന്നത്. വേറെ ഏതെങ്കിലും ഭാഷകൾ ശ്രമിച്ചിട്ടുണ്ടോ മലയാളം അല്ലാതെ? അത് പിന്നെ ഈ ജോലിയുടെ ഭാഗമായിട്ട് ഓരോരുത്തർ ഇപ്പോൾ തമിഴിലൊരു ടൈറ്റിൽ എഴുതി കൊടുക്കാൻ പറയുമ്പോൾ തമിഴും ഹിന്ദിയും അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഏത് ഭാഷയും എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല, നമ്മളതിൻ്റെ ഒരു സ്ട്രോക്കിൻ്റെ രീതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇപ്പോൾ ഈ കലിഗ്രാഫിയിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചപ്പം മറ്റ് ഭാഷയിലുള്ള കലിഗ്രാഫി വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുക. ഇപ്പോൾ അറബിക്കിൻ്റെയും ദേവനാഗരിയുടെയും ചൈനീസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അടുത്തിടയ്ക്ക് ലണ്ടനിൽ പോയപ്പോൾ അവിടെ ഒരു ചൈനീസ് കലിഗ്രാഫർ അവരുടെ വർക്ക്ഷോപ്പിൽ ഞാൻ ചെന്ന് പങ്കെടുത്തു. അതിൻ്റെ ഓരോന്നിൻ്റെ ഈ സ്ട്രോക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് ഭാഷയും പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കലാകൗമുദിയിൽ വർക്ക് ചെയ്തിട്ടുന്ന കാലഘട്ടം സാറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടമാണല്ലോ. അതവിടെയാണ് എല്ലാത്തിൻ്റെയും ഏകദേശം തുടക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രമുഖരായ നോവലിസ്റ്റിൻ്റെ വർക്കുകളും ടൈറ്റിൽ ചെയ്യാൻ സാറിന് അവസരം കിട്ടി. അത് ഏതൊക്കെ വർക്കുകളായിരുന്നു? അത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഐഡിയ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നോവൽ നമുക്ക് കിട്ടുമ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ വായിച്ചിട്ടാണോ, അതിൻ്റെ കഥ കേട്ടിട്ടാണോ, എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുക? ഇല്ല, ഒരു ഐഡിയ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വീക്കിലിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വീക്കിലിയിലും പത്രത്തിലും ഒക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പം ഒരു എഡിറ്ററായിട്ടുള്ള ജയേന്ദ്ര സാറ് എനിക്കൊരു ലിസ്റ്റ് തരികയാണ് ചെയ്യുന്നത്. അത് കവിതയാണെന്നും നോവലാണെന്നും ഒന്ന് നോട്ട് ചെയ്തേക്കും. അപ്പം ആലോചിച്ചിരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന്. അതായത് ഒരാഴ്ച ഏകദേശം 40ഓളം ടൈറ്റിലുകൾ ചെയ്യേണ്ടി വരുന്നു. ഞാൻ 50,000-ലേറെ ടൈറ്റിലുകൾ കലാമതിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതലുണ്ട്. അപ്പം ഇത് വായിക്കുമ്പം അന്നേരം എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അത് എഴുതുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിന് കഥയുമായിട്ട് ഒരു ബന്ധവും വേണമെന്നില്ല. ചില ബന്ധമില്ലായല്ല, ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇമേജ് മനസ്സിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിന് ഇത് വരും, അല്ലാത്തതിന് വരാറുമില്ല. ഈ ചെയ്ത ടൈറ്റിലുകളിൽ നോവൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഓർമ്മയിലിരിക്കുന്ന ഏതൊക്കെയായിരുന്നു ടൈറ്റിലുകൾ? ഓർമ്മ കുറവാണ്, ഓർമ്മയിൽ അങ്ങനെയൊന്നും ഇല്ല. പലതും ഉണ്ട്. എല്ലാവരും ഇതായിട്ട് പറയുന്ന എം ടി വാസുദേവൻ നായരുടെ 2-ാം ഊഴം, മലയാറ്റൂരിൻ്റെ 6-ാം പേരിൽ, നെട്ടൂർ മഠം, മാധവിക്കുട്ടിയുടെ നിർമാതളം പൂത്തകാലം, മനോമി, എം പി നാരായണപിള്ളയുടെ പരിണാമം, മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ. അതായത് ആ 80-90 കാലഘട്ടത്തിലുള്ള മലയാളത്തിലെ എല്ലാ എഴുത്തുകാരുടെയും മികച്ച കൃതികൾ ഏകദേശം എല്ലാം കലാകൗമുദിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഐഡിയ, ഒരു ഡിസൈൻ ടൈറ്റിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഒരു സ്വീകരണം ഇതിനെ? ഇല്ല, കലാകൗമുദിയിൽ അങ്ങനെ ഒരു
ഇതൊന്നുമില്ലായിരുന്നു, നല്ല സ്വാതന്ത്ര്യമായിരുന്നു. അപ്പം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒറ്റയൊരു ടൈറ്റിൽ പോലും മാറ്റി എഴുതേണ്ടി വന്നിട്ടില്ല. പിന്നെ ചില സാധനങ്ങൾ ഇപ്പോൾ സാഹിത്യവാരഫലം പോലുള്ളതാകുമ്പോൾ കുറേ കാലം കഴിയുമ്പം ഈ മാഗസീൻ്റെ ലേഔട്ട് മാറുമ്പോൾ ചിലപ്പം അത് മാറ്റി എഴുതേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ മോശമായി എന്ന് പറഞ്ഞ് മാറ്റി എഴുതി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ മോശമായിട്ടൊന്നും എഴുതിയിട്ടില്ല, നല്ല മോശമായിട്ടും എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞില്ലേ, ഈ സമയത്തിൻ്റെ പ്രശ്നം വരും. ഇപ്പോൾ ഓണപ്പതിപ്പെന്നൊക്കെ വരുമ്പോൾ ഒരുപാട് എഴുതേണ്ടി വരും, അതിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അന്നേരമൊക്കെ ചിലപ്പോൾ ചിലത് മോശമായിട്ടുണ്ട്. അത് അത്തരം മോശമായതിനെ പറ്റി ഈ വിഷമം ഇല്ല. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എഴുതിയ മോശമായി പോയെങ്കിൽ അടുത്തത് നന്നാക്കാൻ നോക്കുന്നത്, അല്ലാതെ അത് ശരിയാക്കാൻ നോക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് ചോദിച്ചപ്പം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു തമാശ രൂപേണ പറഞ്ഞ്, നമ്മളൊരു ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല വട്ടമായില്ലെങ്കിൽ അത് വട്ടമാക്കാനല്ല നോക്കുന്നത്, അടുത്ത ദോശ നന്നാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു എന്നാണ്, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഇപ്പോൾ ആ ടൈറ്റിലൊക്കെ തിരിച്ച് നോക്കുമ്പോൾ ഇത് വേറെ രീതിക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അതാ ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞു, ഇനി അതെന്തിനാ നന്നാക്കുന്നതെന്ന് വിചാരം. അല്ല, ഇനിയിപ്പോൾ അത് ഒന്ന് എഴുതാൻ പറഞ്ഞാൽ അതുപോലെ ആയിരിക്കത്തില്ല, അത് വേറെ രീതിയിലായിരിക്കും. മനസ്സിലായി. അതായത് എം ഡിയുടെ ഞാൻ ടൈറ്റിലുകൾ എഴുതി 143ഓളം ടൈറ്റിൽ എം ഡിയുടെ കഥ, കവിത, നാടകം എല്ലാം ടൈറ്റിലുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ കലാകൗമുദിക്ക് വേണ്ടി എഴുതിയത് ടൈറ്റിൽ തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ട്. അന്നേരം ഞാൻ വേറെ രീതിയിലാണ് എഴുതിയിരുന്നത്. അത് അന്നേരം തോന്നുന്നതാണ്. എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആലോചിക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. ആലോചിച്ച് ചെയ്യുന്നത് അത്ര ഇതല്ല എന്നും എനിക്കൊരു തോന്നലുണ്ട്. ഇപ്പം മഴ എന്ന് പറയുമ്പം മഴ പോലെ എഴുതുന്നത് എന്തിനാണെന്ന് അത് എല്ലാവർക്കും ചിന്തിക്കാവുന്നതല്ലേ. മഴ പോലെ അല്ലാതെ എഴുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണ് പത്മരാജൻ സാർ. പത്മരാജൻ സാറിൻ്റെ വർക്കുകളിലും ടൈറ്റിൽ ചെയ്യാനുള്ള അവസരം സാറിന് ഉണ്ടായിരുന്നു, തൂവാനത്തുമ്പികൾ, അങ്ങനെ. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു അതിലേക്ക് സിനിമയിലേക്ക് ഉള്ള? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ രാജേന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഈ സിനിമാക്കാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ കലാകൗമുദി വഴിയൊക്കെയാണ് സാഹിത്യകാരന്മാരെ എല്ലാവരെയും പരിചയപ്പെടുന്നത്. അപ്പം ഈ രാജേന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നവംബറിൻ്റെ നഷ്ടം എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു. അത് എൻ്റെ ടൈറ്റിൽ കാർഡെന്ന് വെച്ചാൽ ആ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന ആ ടൈറ്റിൽ കാർഡുകളില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സാധാരണ രാജേന്ദ്രൻ ചെയ്യുന്ന ടൈറ്റിൽ കാർഡുകളൊക്കെ ഞാനാണ് എഴുതുന്നത്. അപ്പോൾ ഇത് ചെന്നൈയിൽ, അന്നത്തെ മദ്രാസിൽ വെച്ചാണ് അതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ റീറെക്കോർഡിങ്ങും ഫൈനൽ എഡിറ്റിങ്ങും ഒക്കെ അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഇതിനുള്ള ആളിനെ കണ്ടുപിടിച്ച് അത് ഏൽപ്പിച്ച് പിന്നെ ആ ടൈറ്റിൽ ഇവിടെ എനിക്ക് പറഞ്ഞു തന്ന് ഇവിടെ എഴുതി പിന്നെ കൊണ്ടുപോകുന്നതൊക്കെ താമസമായതുകൊണ്ട് പത്മരാജൻ പറഞ്ഞു, അങ്ങോട്ട് മദ്രാസിന് ചെല്ലുമോ എന്ന് ചോദിച്ചു. ഞാൻ മദ്രാസിൽ ചെന്നു. അപ്പോൾ അവിടെ വെച്ച് ലിസ്റ്റ് തന്നു. അപ്പോൾ അവിടെ ഒരു 4-5 ദിവസം മതി ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഓരോരുത്തർ വരുന്ന പുതിയ സാധനങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കാനും പറ്റുമല്ലോ. അപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കാം. അന്ന് ഈ നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വൈകിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്നപ്പോഴത്തെ നല്ലൊരു ഓർമ്മയുള്ളത്, ഞാൻ രാവിലെ ട്രെയിനിൽ മദ്രാസിൽ ചെന്നിറങ്ങി. എന്നാൽ ലത്തീഫ് എന്ന് പറയുന്ന സിനിമാ നടനുമൊക്കെ ആയിരുന്നു, അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ലത്തീഫ് എന്നെ ഹോട്ടൽ മുറിയിൽ കൊണ്ടാക്കി. ഞാൻ അവിടെ ടൈറ്റിലുകൾ എഴുതി തുടങ്ങി. അപ്പം ആ സമയത്ത് എൻ്റെ എഡിറ്റിങ്ങോ മറ്റോ നടക്കുവാണ്. വൈകുന്നേരം ആയപ്പം പത്മരാജൻ മുറിയിലേക്ക് വന്ന് ഇത് കണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും. ഇവിടെ ഇരുന്നാണോ എഴുതുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. പത്മനാഭൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് എഴുതിയാൽ ശരിയാകത്തില്ല, ഈ ഹോട്ടലിലെ ഇടുങ്ങിയ മുറിയിലിരുന്ന് എഴുതിയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ശരിക്കും പറയുന്നത് ശരിയാണ്. ഞാൻ വീട്ടിലിരുന്നും കലാകൗമുദിയിലും ഒക്കെ ഇരുന്ന് വിശാലമായ സ്പേസിലിരുന്ന് എഴുതി ശീലിച്ച ഒരാൾക്ക് മറ്റേത് പറ്റും. പക്ഷേ അത് പത്മരാജൻ അത് മനസ്സിലായി. പത്മരാജൻ എന്നോട് പറഞ്ഞു, കടലാസും കളറുകളും എല്ലാം എടുത്തോളാൻ പറഞ്ഞു. ഞാനെല്ലാം കൂടെ പൊതിഞ്ഞെടുത്തു. ലത്തീഫും ഉണ്ട്. ഞങ്ങൾ
കാറിൽ കയറി എവിടെ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നെ കൊണ്ടുപോയി ഒരു വീട്ടിൽ എത്തിച്ച്. ഭരതൻ്റെ വീടായിരുന്നത്. അവിടെ ഭരതൻ ഈ ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു മേശയും ഒരു വരാന്ത പോലെ നല്ലൊരു സ്ഥലമുണ്ട്, തുറസായ നല്ല സ്ഥലം. അപ്പം ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഹോട്ടലിൽ താമസിക്കും. രാവിലെ തന്നെ ഭരതൻ്റെ അവിടെ കൊണ്ടുവിടും. അവിടെ ഇരുന്ന് എഴുതി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതും ഭരതൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഭരതൻ പത്മരാജനോട് ചോദിച്ചു, ഞാൻ എന്നെ അവിടെ നിർത്തുമെന്ന് ചോദിച്ചു. പത്മരാജൻ അത് ഞാൻ അറിയുന്നില്ല. പത്മരാജൻ പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭരതന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഭരതൻ്റെ കൂടെ. ഭരതനൊന്നും ഇതുപോലെ പോസ്റ്ററുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഭരതൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്, നിൽക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ? അല്ല, ഇത്ര ചെറുപ്പത്തിൽ മദ്രാസിലെ സിനിമ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ചീത്തയായി പോകും, അതുകൊണ്ട് ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ നിന്നുമില്ല. ഭരതൻ എന്നോട് ചോദിച്ചുമില്ല. ഭരതൻ പത്മരാജനോടാണ് ചോദിച്ചത്. അങ്ങനെ ഒരു അനുഭവം കൂടെ ആ ഇതിലുണ്ട്. സാറ് സംഭാഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ? ആളുകളോട് അത്ര അധികം ഒന്നും പറയാ, തമാശയാണ് ഇഷ്ടം, കുറച്ചുകൂടെ തമാശകളാണ് ഇഷ്ടം. ഇവരുമായിട്ടുള്ള ഒരു ഇപ്പം ഭരതൻ സാറാണേലും പത്മരാജൻ സാർ, ഇവരൊക്കെ ഒരുപാട് കഥകൾ ഉള്ള അല്ലേ? നമ്മളിപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ സാറിൻ്റെ ആ കാലഘട്ടത്തിൽ ഇവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ കുറേ അല്ല, അങ്ങനെ അല്ല. ആ കാലത്തൊക്കെ ഞാൻ വളരെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. അവരൊക്കെ വലിയ ആൾ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള പോലൊന്നും അവരോട് ഇടപെടാൻ പേടിയാണ്. അപ്പോൾ അവരോട് അങ്ങനെ കഥ പറയാറൊന്നുമില്ല. ഇതൊക്കെയുള്ളൂ. പത്മരാജൻ്റെ ഈ ചിട്ടയായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ പലതും ഈ ഞാൻ നല്ല കാര്യമാണെങ്കിൽ പോലും മനഃപൂർവ്വം അനുകരിക്കാറില്ല. ചിലപ്പം അറിയാതെ പലരെ അനുകരിക്കാറുണ്ടെങ്കിലും മനഃപൂർവ്വം അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് തോന്നിയിരിക്കുന്നുള്ള. ഇത്തരം സ്വഭാവങ്ങൾ വ്യക്തികളെ പൊതുവേ ആരാധിക്കത്തില്ല. വ്യക്തികളെ അവരുടെ വർക്കിനെയോ അല്ലെങ്കിൽ അവരുടെ ചെയ്തികളെയോ നമുക്ക് ഇതാക്കാം എന്നല്ലാതെ വ്യക്തികളെ ഇതായാൽ പിന്നെ അവർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾക്ക് നമ്മളോട് ഉത്തരം പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു തലമുറയിലെ ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി എന്ന് നിന്റെ മൊയ്തീൻ അല്ലേ, ആ പടത്തിൻ്റെ ടൈറ്റിലും സാറാണ് ചെയ്തത്. അതെ, അതൊന്നും ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയുടെ ടൈറ്റിൽ ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ അവരുടെ ഒരുപാട് ഇടപെടലുകൾ വരുന്നു. അത് ഇതിനൊന്നും ഇടപെടലുണ്ടായിട്ടില്ല. എന്നാൽ പോലും സിനിമ ഒരു കൗതുകമായിട്ട് എനിക്ക് അത്രയ്ക്ക് തോന്നിയിട്ടില്ല. പണ്ട് കാലത്ത് ഒക്കെ ആദ്യകാലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ സിനിമയിൽ ചെയ്യുന്ന ഒരു ഇതായിട്ട് തോന്നി. ഇപ്പോൾ അങ്ങനെ ഒരു ഇല്ല. സിനിമയെക്കാളും വലിയ കലകളാണ് ചിത്രകലയും കലിഗ്രാഫിയും തന്നെയാണ് ഇരിക്കുന്നത്. അല്ല, അതിൽ എനിക്ക് രസകരമായി തോന്നി എന്താണെന്ന് വെച്ചാൽ സാർ മറ്റേ കത്ത് എഴുതത്തില്ലേ, വേറൊരു ഭാഷയിലാണ് കത്ത് എഴുതുന്നത്. അത് ആ ഫോണ്ട് അത് എങ്ങനെയാണത്? ഇല്ല, എന്നോടിങ്ങനെ പറഞ്ഞു അവരെ ഒരു കോഡ് ഭാഷയിലാണ്. ഞാൻ വേറൊരു കാര്യം, ഞാൻ അധികം സിനിമ കാണാറുമില്ല, ഈ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കോഡ് ഭാഷയിലാണ് അവർ തമ്മിൽ എന്താ ഒരു കത്ത് ഇടപാട് നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പം അതിനൊരു ഞാൻ ഒരു അക്ഷരം എഴുതിയെന്നേ ഉള്ളൂ, അല്ലാതെ അത് അവർ തമ്മിൽ എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. അത് ഷേപ്സ് അല്ലേ? ഷേപ്സ് അങ്ങനെ എന്തോ ആണ്. സിനിമയിൽ വേറെ രസകരമായ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എനിക്ക് രസകരമായിട്ട് തോന്നും, പക്ഷേ എല്ലാവർക്കും അത് രസകരമാണോ എന്ന് അറിഞ്ഞൂടാ. ഒരിക്കലേ ഞാൻ കലാകൗമുദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PN മേനോന് അവിടെ വന്നു. PN മേനോൻ വന്ന് കലാകൗമുദിക്ക് അന്ന് ഫിലിം ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്, ആ ക്യാമറ വാടകയ്ക്ക് എടുക്കാൻ വന്നതാണ്. എന്നിട്ട് അവിടെ ജയചന്ദ്രൻ സാർ എഡിറ്ററോട് ചോദിച്ചു, ഇതിൻ്റെ സിനിമയുടെ ടൈറ്റിൽ കാർഡുകൾ എഴുതണം, അത് ആരുണ്ടെന്ന് ചോദിച്ചു. അപ്പം സാറേ എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ PN മേനോൻ വന്ന് കണ്ടിട്ട് ആ ടൈറ്റിലിൻ്റെ ആ ലിസ്റ്റ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ടൈറ്റിൽ കാർഡൊന്ന് എഴുതി തരണം. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി തരാം, ഇന്ന് വേണം എന്ന് ചോദിച്ചു. ഇപ്പം തന്നെ വേണം.
ഞങ്ങൾ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, നാളെ മദ്രാസിന് പോകേണ്ടതാണ്, ഇന്ന് തന്നെ എഴുതി കൊടുക്കണം. ഞാൻ പറഞ്ഞു ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ജോലിയിലാണ്, അത് കുഴപ്പമില്ല, എഴുതി തന്നാൽ മതി, ഞാനിവിടെ സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് വരയ്ക്കുന്ന മുറിയുടെ അവിടെ ഒരു ജനലുണ്ട്, ജനലിനപ്പുറത്ത് മുറ്റമാണ്. അപ്പോൾ പി എൻ മേനോന് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, പുള്ളിയോട് പറഞ്ഞു 1 ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഇതൊക്കെ പൊതിയുന്ന ബ്രൗൺ പേപ്പർ അതവർ കൊണ്ടുവന്നിരുന്നു. ബ്രൗൺ പേപ്പർ ഇങ്ങനെ ചുരുട്ടി ഇതാക്കിയിട്ട് അതെല്ലാം പി എൻ മേനോൻ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് അങ്ങ് നൂർക്കും, നൂർത്തിട്ട് ഈ മുറ്റത്ത് ചെന്ന് അവിടെ മണ്ണ് അതിനകത്തോട്ട് 1 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു മണ്ണ് കുഴച്ചിട്ട് ഇതിലിങ്ങനെ തേക്കും. എല്ലാം പി എൻ മേനോൻ തന്നെ ചെയ്യുന്നത്. അപ്പം ആ ചുരുട്ടുമ്പോൾ അതിനകത്തൊരു ചുളിവ് വരും. ആ ചുളി കൈകൊണ്ട് ഈ മണ്ണ് തേക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് പറ്റി അങ്ങനെ ആക്കിയിട്ട് പി എൻ മേനോൻ ജനലിൽ കൂടെ എൻ്റെ കയ്യിലോട്ട് തരും. ഞാൻ ഇവിടുന്ന് ആ ടൈറ്റിൽ, അതും മറ്റേതുപോലെ വടിവത്ത അക്ഷരം വേണമെന്നല്ല പറഞ്ഞത്, റഫായിട്ടുള്ളൊരു പരുക്കൻ മലമുകളിലെ ദൈവം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഇതായിട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കും, ക്യാമറാമാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യും അങ്ങനെ. അപ്പം ഞാൻ മനസ്സിലായത് പി എൻ മേനോൻ എന്ന് വെച്ചാൽ വലിയ ആളാണ്, മലയാള സിനിമയുടെ ചരിത്രത്തിലൊരു മാറ്റം ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം ഇങ്ങനെ വന്ന് ഇത് എന്നെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എനിക്ക് വലിയ ഇതാണ്, നല്ലൊരു ഓർമ്മയാണ്. അതെ അതെ. പിന്നെ അതുപോലെ ഒരിക്കൽ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, അതിൻ്റെ ടൈറ്റിലുകൾ നേരത്തെ പറഞ്ഞ ലത്തീഫായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ലത്തീഫ് എൻ്റെ ഇതൊക്കെ കൊണ്ടു തന്നു, ടൈറ്റിലുകളെല്ലാം. എന്നോട് പറഞ്ഞു ഒരു ശനിയാഴ്ച ദിവസം ചിത്രാഞ്ജലിയിൽ വെച്ചാണ് ഷൂട്ടിങ്. അന്നൊക്കെ ഈ ടൈറ്റിൽ എഴുതിയ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുക ചെയ്യുന്നത്, നിലത്ത് ഇങ്ങനെ ഇട്ടിട്ട് മുകളിൽ ക്യാമറ വെച്ച് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്, ശനിയാഴ്ച രാവിലത്തേക്ക് എല്ലാം തീർത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞു. ഞാനപ്പോഴത്തെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും മിക്കവാറും എല്ലാം തീർന്നു, പിന്നെ ചെറിയ ടച്ചിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ വെള്ളിയാഴ്ച ലത്തീഫ് വന്നിട്ട് പറഞ്ഞു നാളെ ക്യാമറ ഇല്ല, ഇന്ന് ഷൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു എല്ലാം എഴുതി കഴിഞ്ഞു, എനിക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ഇതിൻ്റെ ഓർഡർ അനുസരിച്ച്. അല്ല അതിന് ഇനിയിപ്പോൾ സമയമില്ല, ഇപ്പം തന്നെ ചെയ്യണം. ഒരു കാര്യം ചെയ്തോണ്ടേ, കുറച്ച് പേപ്പറും കളറും കൂടെ കയ്യിലെടുത്തോണ്ടേ, എന്തെങ്കിലും ടച്ചിങ് അവിടെ വെച്ച് വേണ്ടി വന്നാൽ ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ എടുത്ത് ചിത്രാഞ്ജലി പോയി. ഞാനിവിടെ പോയി അതിങ്ങനെ ഓരോന്ന് അവരുടെ ലിസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്താണ് സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഫാസിൽ എന്നുള്ള കാർഡ് ഇല്ല. എഴുതിയതാണോ അതോ ഞാൻ എടുക്കാൻ വിട്ടതാണോ എന്നറിഞ്ഞൂടാ. അപ്പം ഇത് പെട്ടെന്ന് കൊടുക്കുകയും വേണം. ഞാൻ പറഞ്ഞില്ലേ അതിന് ഈ പേപ്പറിൽ എഴുതുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതാണ്. ഞാനപ്പോൾ ഫാസിലിനോട് പറഞ്ഞ് ഒരിച്ചിരി സമയം എടുക്കും, അത് വേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി, പെട്ടെന്ന് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അതെന്താണ് എന്ന് വിചാരിച്ചു. ഞാൻ അത്ര എഴുതി കഴിഞ്ഞപ്പോൾ ഫാസിൽ എന്നോട് ആ ബ്രഷിങ് തന്നേന്ന് പറഞ്ഞു. ആ ബ്രഷ് എടുത്തിട്ട് ഫാസിലിങ് ഒരു ഒപ്പിടുന്നത് പോലെ, സിനിമയുടെ ടൈറ്റിൽ കണ്ടാൽ അറിയാം. അതൊക്കെ നല്ല ഒരു അനുഭവമാണ്. അതായത് എൻ്റെ ഒരു ടൈറ്റിൽ കാർഡിന് ഫാസിലിൻ്റെ ഒരു കയ്യൊപ്പൂടെ കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് നല്ലതായിട്ടാണ്. അതെ, ഈ മലയാളം അല്ലാതെ സാർ ബാക്കി ഭാഷകൾ ശ്രമിച്ചിട്ടുണ്ടല്ലോ എഴുതാനായിട്ട്. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്നത് മലയാളത്തിൽ എഴുതുന്നത് തന്നെയാണ്. ഇപ്പം സാറിന് ഇന്ത്യയുടെ പുറത്തും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ച ഒരാളാണ്. സാറിന് സൗത്ത് കൊറിയയുമായിട്ടുള്ള ഒരു ബന്ധം, അവാർഡുകൾ 3 അവാർഡുകൾ കിട്ടി, അതിൻ്റെ ഒരു കഥ ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ഞാൻ അതിന് തൊട്ട് മുമ്പുള്ള കഥയോടെ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ സുന്ദർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, സുന്ദർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, സുന്ദറാണ് അത് ക്യൂറേറ്റ് ചെയ്തത്. അപ്പോൾ അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായത്. അപ്പോൾ സുന്ദർ എന്നോട് പറഞ്ഞു ഇത്
ഇങ്ങനെ ഇതിൽ നിർത്തി കളയരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും എക്സിബിഷൻ നടത്തുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. അല്ല, സുന്ദർ പറഞ്ഞു എക്സിബിഷൻ നടത്തണം എന്നല്ല പറഞ്ഞത്, ഇത്തരം എഴുതുന്ന രീതി മുടങ്ങാതെ ചെയ്യുക എന്നൊരു ഇത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അത് ചെയ്തിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ സുന്ദർ പറഞ്ഞു അപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ ഇങ്ങനെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ സുന്ദർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടിട്ട് ബോംബെയിലുള്ള സാരംഗ് കുൽക്കർണി എന്ന് പറഞ്ഞൊരു അദ്ദേഹം എക് ടൈപ്പ് എന്നും പറഞ്ഞൊരു ഫോൺ ഡിസൈനിങ് ഇതൊക്കെയാണ് നടത്തുന്നത്. അപ്പം അവർ പൂനെയിൽ വെച്ച് ഒരു കലിഗ്രാഫി ക്യാമ്പ് നടത്തുന്നുണ്ട്. സോന പേപ്പേഴ്സ് എന്നും പറഞ്ഞ അവരാണത്. ഇത് ഏത് കാലഘട്ടമാണ് സാർ? ഇത് ഏത് വർഷമാണ്? 2017 എനിക്ക് വർഷങ്ങൾ ഓർത്തിരിക്കാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അവർ അതിന് എന്നോട് ചെല്ലാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സോന പേപ്പേഴ്സിന് വേണ്ടി ഒരു കലണ്ടർ ഇറക്കാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 12 കലിഗ്രാഫർമാർ, ഓരോ മാസത്തേക്കും ഓരോ കലിഗ്രാഫർമാർ. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഒരു അവസരമായതുകൊണ്ട് ഞാൻ ഏറ്റു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബാക്കിയെല്ലാം ബോംബെയിലും ഡൽഹിയിലും ഉള്ള ആൾക്കാരാണ്, ആരെയും എനിക്ക് പരിചയമില്ല. വലിയ കലിഗ്രാഫർമാരാണ്. അവർക്ക് വിവിധ ഭാഷകൾ വേണ്ടത് കൊണ്ടാണ് മലയാളം എന്നുള്ള നിലയ്ക്കാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അവിടെ ചെന്ന് അവരെയൊക്കെ പരിചയപ്പെട്ടു. ആ ഒരു ഇതിൽ നിന്നാണ് എൻ്റെ ഈ കലിഗ്രാഫിയുടെ രീതി മാറിത്തുടങ്ങിയത്. അതിന് മുമ്പ് ഇതുപോലെ ഒരു തലക്കെട്ട് എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് എഴുതുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു കോമ്പസിഷൻ വെച്ച് ചിത്രകലയെക്കാളും മുകളിൽ നിൽക്കുന്നതെന്ന് ഞാനെപ്പോഴും പറയുന്നത്. ആ രീതിയിലേക്ക് ഈ കലിഗ്രാഫി മാറുന്നത് അതിന് ശേഷമാണ്. അപ്പം അത് അങ്ങനെ പിന്നെയുള്ള എൻ്റെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ അത് കണ്ടിട്ട് സൗത്ത് കൊറിയയിൽ അവിടുത്തെ ഇന്ത്യൻ എംബസിയിലുള്ള ഒരാൾ എന്നെ വിളിക്കുകയാണ്. ഇവിടെ സൗത്ത് കൊറിയയിൽ ജിഗ്ജി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലുണ്ട്, ജിഗ്ജി ഫെസ്റ്റിവൽ. ദിനേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദിനേശ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഫെസ്റ്റിവലുണ്ട്, അതിന് പല ഭാഷകളിൽ നിന്നുമുള്ള കലിഗ്രാഫിയുടെ പ്രദർശനമുണ്ട്. അത് ജിഗ്ജിയുടെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ജിഗ്ജി എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്ത് ആദ്യമായിട്ട് അച്ചടിക്കുന്ന പുസ്തകം, മൂവബിൾ ടൈപ്പിൽ. എല്ലാവരും പറയുന്നത് ഗുട്ടൻബർഗിൻ്റെ ബൈബിളാണെന്നാണ്. ഗുട്ടൻബർഗിൻ്റെ ബൈബിൾ വരുന്നതിന് 73 വർഷം മുമ്പാണ് ഈ ജിഗ്ജി അടിച്ചത്. അപ്പോൾ അതിൻ്റെ 2 കോപ്പിയാണ്, 2 വോളിയമാണ്. 2 വോളിയത്തിൻ്റെ ഓരോ കോപ്പിയാണ് ഇപ്പോൾ ലോകത്ത് അവശേഷിക്കുന്നത്. അത് ഫ്രാൻസിലെ പബ്ലിക് ലൈബ്രറിയിലാണ്. അപ്പോൾ ഈ കൊറിയ അത് തിരിച്ച് ചോദിക്കുന്നു, അവർ കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ജിഗ്ജി ഫെസ്റ്റിവൽ നടത്തുന്നത്. ജിഗ്ജി ഫെസ്റ്റിവലിൽ പലതുണ്ട്. എന്താണ് ഈ കലിഗ്രാഫി കൂടാതെ ചിത്രകല, ഫോക്ലോർ, അങ്ങനെ ഫാഷൻ, നൃത്തം, എല്ലാം ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വർക്ക് ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ ദിനേശിന് പറഞ്ഞുകൂടായിരുന്നു, എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. ഈ അതിൻ്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞുകൂടായിരുന്നു. അത് റിജക്റ്റ് ചെയ്തു. കാര്യം അവർക്ക് അവരുടേതായ ചില ഒരു തരം പേപ്പറുണ്ട്. ആ പേപ്പറിൽ അതിൻ്റെ വലിപ്പവും ഇതുമൊക്കെ നിബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതി ചെയ്യണമെന്നാണ്. എനിക്കതറിയാൻ വയ്യാത്തതുകൊണ്ട് കൊടുത്തു. അപ്പോൾ റിജക്റ്റ് ചെയ്തപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആ പേപ്പർ കിട്ടില്ല, അത്രയും വലിപ്പമുള്ള പേപ്പർ തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ദിനേശ് പറഞ്ഞു പിറ്റേ കൊല്ലം അയച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ കൊല്ലം അയച്ചു തന്നു. ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തു. അതവർ അവിടെ പെർമനൻറ്റ് കലിഗ്രാഫിക്ക് വേണ്ടി ഒരു പെർമനൻറ്റ് ഗാലറി മ്യൂസിയം ഉണ്ട്, അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പം ആ വർഷം ഈ വിദേശങ്ങളിൽ നിന്നുള്ള കലിഗ്രാഫി വർക്കിൻ്റെ അവാർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം, അതിൻ്റെ കിം എന്ന് പറയുന്ന ഒരാളാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ, അദ്ദേഹം
നമ്മുടെ ഒരു 100 രൂപ നോട്ടെടുത്ത് എന്നെ കൊണ്ട് കാണിച്ചിട്ട് ചോദിച്ചു, ഇന്ത്യയിൽ ഇത്ര വളരെ ഭാഷകളുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അവിടെ ആണെങ്കിൽ കൊറിയയിലാണെങ്കിൽ ആകെ 2 ഭാഷയേ ഉള്ളൂ, 2 ഭാഷയും ഒരു ലിപിയുമാണ്. നമ്മുടെ ലിപികളെല്ലാം വ്യത്യാസമുള്ളതാണ്. അപ്പം ആ ഭാഷയിലൊക്കെ കലിഗ്രാഫി ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ പൂനെ വെച്ച് കണ്ട് പരിചയിച്ച കുറേ പല ഭാഷകളിലുള്ള കലിഗ്രാഫർമാരുണ്ട്, അവർ വഴിയും അല്ലാതെയും ഒക്കെ ഞാൻ മറ്റ് ഭാഷകളിലുള്ള കലിഗ്രാഫർമാരെയൊക്കെ കണ്ടെത്തി അവരോട് പറഞ്ഞ് അവർക്ക് പേപ്പർ അയച്ചു കൊടുത്ത് അവരുടെ വർക്ക് മേടിച്ചു. ആദ്യത്തെ പ്രാവശ്യം 18ഓളം വർക്കുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് അയച്ചു. അപ്പം അവർക്ക് സന്തോഷമായി. അപ്പോൾ ആ തവണയും എനിക്കാണ് അവാർഡ് കിട്ടിയത്, 2ാമത്തെ അവാർഡ് കിട്ടിയത്. അത് കഴിഞ്ഞ് 3ാമത്തെ തവണയും ഇതുപോലെ കൂടുതൽ വർക്ക് 38 40 വർക്ക് 3ാമത്തെ തവണയും അയച്ചു. അന്നേരവും ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അവാർഡ് തരരുത്, തന്നാൽ ഇവിടെ ഉള്ളവർ വിചാരിക്കുന്നത് ഞാൻ എല്ലാം സംഘടിപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ അവാർഡ് മേടിക്കുന്നു എന്നാണ്ട് ഞാൻ പറഞ്ഞു തരരുത് എന്ന് പറഞ്ഞപ്പോൾ ദിനേശ് അവിടെ അന്വേഷിച്ചിട്ട് ദിനേശ് പറഞ്ഞു, ഇത് അവാർഡ് നിശ്ചയിക്കുന്നത് ഈ കിമ്മോ ഒന്നുമല്ല, വേറെ അവിടെയുള്ള ലോകത്തിലെ 5 പേര് ചേർന്ന ഒരു ജൂറിയാണ്, അവരാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് ദിനേശ് പറഞ്ഞതുകൊണ്ട് ഞാൻ 3ാമത്തെ പ്രാവശ്യം പോയി മേടിച്ചു. പിന്നെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. കൊറോണയുടെ സമയത്ത് മാത്രമാണ് മുടങ്ങി പോയത്. ഇത്തവണയും ഇപ്പം 150ലേറെ വർക്ക് വന്നിരിക്കുവാണ്. ഇത്തവണ ഡിസംബറിലാണ്, ഡിസംബർ 12-ാം തീയതിയാണ് അവിടെ എക്സിബിഷൻ തുടങ്ങുന്നത്. അതിന് എന്നെ വിളിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ അവിടെ വെച്ചാണ് ആദ്യം പോയ സമയത്ത് അവിടെ ചൈനയിൽ നിന്നുള്ള ചൈനയിലൊരു കലിഗ്രാഫി സ്റ്റോൺ പാർക്കുണ്ട്. അവർ പറയുന്നത് ഈ കടലാസിലും ക്യാൻവാസിലും ഒക്കെ കലിഗ്രാഫി ചെയ്താൽ കുറേ കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അവർ കല്ലിൽ കൊത്തിവെക്കുകയാണ് ഈ നമ്മുടെ ഈ രചനകൾ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ ഒരു വലിയൊരു ബുക്ക് തന്നിട്ട്, അവിടുത്തെ വർക്കുകളുടെ എല്ലാം തന്നിട്ട്, ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് അവർക്ക് വേറെ ഒരെണ്ണമേ ഉള്ളൂ, ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തു തരാമെന്ന്, അതിൻ്റെ അളവൊക്കെ ഉണ്ട്. അത് തന്നു. ഞാൻ അതേ വലിപ്പത്തിൽ ഇവിടുന്ന് ചെയ്ത് അയച്ചു. അതിൽ അവർ കല്ലിൽ അത് കൊത്തിയെടുത്തിട്ട് അതിൽ മഷി പുരട്ടി അതേ വലിപ്പത്തിൽ എനിക്കൊരു പ്രിൻറ്റും തിരിച്ചയച്ചു തന്നു. അപ്പോൾ അതിനു മുമ്പ് അവർ ലോകത്തിലുള്ള എല്ലാ ഭാഷകളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് അവർക്ക് അതിനു മുമ്പ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കൈപ്പടയുള്ള ഒരു പേപ്പർ കിട്ടിയിരുന്നു. അതാണ് അവർ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ 2ാമത്തെ വർക്ക് എൻ്റേതുമാണ്. വളരെ അഭിമാനപരമായ ഒരു കാര്യം. രണ്ടുപേർക്കും ഒരേ രവീന്ദ്രനാഥ് ടാഗോറിന് സാറിനും കുറെ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അപ്പം സാറിൻ്റെ ഈ ഒരു ജേണിയിൽ സാറിന് റോൾ മോഡൽസ് ആയിട്ട് നോക്കിക്കാണാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? അതായത് ഈ ഒരു കല സാറിന് ഗൈഡ് ചെയ്യാനോ തുടക്കകാലത്തിൽ ഇതുപോലെ ഇന്ന പോലെ ചെയ്യാനോ, അല്ല റോൾ മോഡൽസ് നോക്കിക്കാണാനോ അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനായിട്ടോ ആരും ഇല്ലായിരുന്നു. ഞാൻ കലിഗ്രാഫി പഠിച്ചിട്ടുമില്ല. അതാ ഞാൻ പറഞ്ഞില്ല, പൂനെ വെച്ച് കണ്ടവരും അത് കഴിഞ്ഞ് ഇപ്പം ഇന്ത്യയിലുള്ള 100ലേറെ കലിഗ്രാഫർമാരായിട്ട് പരിചയമുണ്ട്. അവരും എല്ലാവരും കലിഗ്രാഫി പഠിച്ചവരാണ്. ഞാൻ കലിഗ്രാഫി പഠിച്ചിട്ടില്ല, എനിക്ക് കലിഗ്രാഫി അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ചെയ്യുന്നു എൻ്റേതായ ഒരു രീതിയിൽ. ഈ പലരുടെയും വർക്ക് കണ്ടും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇത് വെച്ച്, പിന്നെ വിദേശങ്ങളിൽ പോകുമ്പോഴുമൊക്കെ വർക്കുകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത് വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. റോൾ മോഡൽ എന്നങ്ങനെ പറയാനില്ല. എല്ലാവരും ഓരോരുത്തരുടെയിൽ നിന്നും ഓരോ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ചിലരുടെ നിന്ന് ഈ സ്ട്രോക്കിൻ്റെ ഭംഗിയാണ്. ഇന്നലെ തന്നെ ഇവിടെ വന്നിരുന്ന വിയറ്റ്നാംകാരൻ്റെ ആ സ്ട്രോക്കിൻ്റെ ഭംഗി ഭയങ്കരമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓരോ അയാളുടെ നിന്ന് അദ്ദേഹത്തിൻ്റെ നിന്ന് അത് മനസ്സിലാക്കും. മറ്റൊരാളുടെ നിന്ന് ആ കോമ്പസിഷൻ്റെ രീതിയായിരിക്കും, വേറൊരു നിറങ്ങളുടെ ചേരുവയായിരിക്കും. അങ്ങനെ പലരും, ഒരാളെന്ന് അങ്ങനെ പറയാനില്ല, എല്ലാവരും വലിയ ആളുകൾ തന്നെയാണ്. അതുപോലെ സാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് മലയാളത്തിലെ ആംബിഗ്രാം, അല്ലേ? ഈ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി എന്താണ് ആംബിഗ്രാം, എന്നാണ് അത് സാറിന് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലായത്? അത് എൻ്റെ ഒരു സുഹൃത്താണ് ഗോപകുമാർ എന്നും പറഞ്ഞ ഗോപനാണ് എന്നെ ഇംഗ്ലീഷിലുള്ള ഒരു ആംബിഗ്രാം കാണിച്ചത്. അപ്പോൾ ആ കാണിച്ചിട്ട്
കഴിഞ്ഞിട്ട് അപ്പം ഞാനതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ മലയാളത്തിലും എന്തുകൊണ്ടായിക്കൂടാ എന്നെനിക്കൊരു തോന്നലായി. ഞാനിങ്ങനെ വെറുതെ എഴുതി നോക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മലയാളത്തിലെ തിരിച്ചും മറിച്ചും എഴുതാൻ പറ്റുന്ന പോലൊരു അക്ഷരം അന്നേരം എനിക്ക് കിട്ടിയ ഇഭ്യ എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് അംബിഗ്രാം ഉണ്ടാക്കണമെങ്കിൽ ഒരു വാക്കാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ലഭ്യത എന്നുള്ള വാക്കാണ് ആദ്യമായിട്ട് എഴുതിയ ആംബിഗ്രാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഈ ഗ്രാഫിക് ഡിസൈനർ ആകുമ്പോൾ ഈ വർക്ക് ചെയ്തിട്ട് ചില ടൈറ്റിലുകളും അല്ലാതെ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഈ ക്ലയൻറ്റ് വരുമ്പോൾ കൊടുക്കുമ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഞാൻ മറുവശത്ത് നിന്നാണ് നോക്കുന്നത്. അന്നേരമാണ് എനിക്ക് മറുവശത്ത് നിന്ന് നോക്കാനൊരു അവസരവും അതാണല്ലോ. അപ്പോൾ അതിലുള്ള പല അക്ഷരങ്ങളും വേറെ അക്ഷരമായിട്ട് എനിക്ക് ഇപ്പുറത്തുനിന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പം ചില കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കി വീണ്ടും ആംബിഗ്രാം ഉണ്ടാക്കി. 10-25 ആംബിഗ്രാം. അതിന് കൂടുതൽ സമയം വേണം. ഞാൻ എൻ്റെ രീതിയെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതായതുകൊണ്ടാണ്. ഇരുന്ന് മെനക്കെട്ടാൽ എത്ര ആംബിഗ്രാം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം, പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നാണ് ഒരു ശീലമാണ്. അതുകൊണ്ട് അധികം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ സർ. സാർ ഒരു ഗ്രാഫിക് ഡിസൈനറോടാണല്ലോ. അപ്പം ട്രഡീഷണൽ മീഡിയത്തിൽ നിന്ന് പുതിയ ടെക്നോളജിയിൽ വരെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിഫറൻസ്, ആ ഒരു വ്യത്യാസം എന്തൊക്കെയായിരുന്നു സർ? അല്ല, ആദ്യകാലങ്ങളിൽ ഈ ഇപ്പോൾ പുസ്തകത്തിൻ്റെ കവറായാലും അല്ലാതെ ഈ പരസ്യങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയാലും ഒക്കെ ഒരു റഫ് തയ്യാറാക്കി അവരെ കാണിക്കണമായിരുന്നു. അവർ ഡെമ്മി തയ്യാറാക്കി ഇന്ന രീതിയിലാണ് വരുന്നതെന്ന് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അതല്ല, കമ്പ്യൂട്ടറിലാകുമ്പോഴും ആ രീതിയല്ല, വേറെ രീതിയാണ്. അപ്പോൾ അത് അക്കാലത്തെ ക്ലയൻസിനെ പോലല്ല ഇപ്പോഴത്തെ ആളുകൾ. അവർ ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കുറയുകയാണ്. അവർക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വേണ്ടത്ര പ്രതിപത്തി ഇല്ലാത്തവരുമായിരിക്കും. അവർക്ക് അവരുടെ ബിസിനസ്സിൽ നല്ല കഴിവുള്ളവരായിരിക്കും. പക്ഷേ ഈ ഡിസൈനിങ്ങിൽ അത്ര കഴിവില്ലാത്തവരാണെന്ന് പലരും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവർ പക്ഷേ ഇതിലാണ് ഇടപെടുന്നത്. ഈ ചിത്രകലയൊക്കെ ആർക്കും ഇടപെടാവുന്ന ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. ഇപ്പം ഒരു പാട്ട് കേട്ടാൽ അത് അങ്ങനല്ല പാടേണ്ടത്, ഇങ്ങനെയാണെന്ന് ആരും പറയാറില്ല. പക്ഷേ ഒരു പടം കണ്ടാൽ ഇത് ഇങ്ങനല്ല, ഇങ്ങനെ ചിത്രകല അറിയാൻ വയ്യാത്തവർ പോലും ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഡിമാൻഡ്സ് പറയത്തില്ല, നമുക്ക് ഈ ഓരോ സജഷൻസ് പറയുമ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അത് നന്നായിട്ട് ബാധിക്കും അല്ലേ? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം അല്ലല്ലോ, അവർക്ക് വേണ്ടതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിലൊരു മടുപ്പ് തോന്നാറില്ലേ സാർ? അതെ, ഇപ്പം നല്ലപോലെ മടുപ്പ് തോന്നുന്നുണ്ട്. പക്ഷേ ഈ കലിഗ്രാഫിയിലാണ് ഞാനിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കലിഗ്രാഫി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ശരിക്കും പറ്റേണ്ടതാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്കോ അവർക്കൊന്നും കലിഗ്രാഫിയുടെ മൂല്യം മനസ്സിലായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ശരിയായി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പൂന ക്യാമ്പിൽ പങ്കെടുത്ത സന്തോഷ് ക്ഷീർസാഗർ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ JJ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീനാണ്. അദ്ദേഹം ഇന്ന് ഫെസ്റ്റിവലിന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഞാനും ഇങ്ങനെ സംസാരിച്ച് നടക്കുവാണ് കലിഗ്രാഫിയെ പറ്റി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു കേരളത്തിലെ കലിഗ്രാഫി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ കലിഗ്രാഫി ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഇച്ചിരി അരിശത്തോടെയാണ് തിരിഞ്ഞ് നിന്ന്, നിങ്ങൾ 100% സാക്ഷരതയുണ്ടെന്ന് അഭിമാനിക്കുന്നവരല്ലേ, എന്നിട്ട് എന്താണ് ഈ അക്ഷരം കൊണ്ടുള്ള ഈ കലയില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണത്, മലയാളികൾ അങ്ങനെ ആയിക്കൂടാ. അപ്പം ഒരു 10 വർഷത്തിനകം കലിഗ്രാഫി എന്നുള്ള വാക്ക് കേരളത്തിലെ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നെങ്കിലും, എല്ലാവരെയും കലിഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല. ആ വാക്ക് കേട്ടാൽ, കലിഗ്രാഫി എന്ന് കേട്ടാൽ ഇന്നതാണെന്ന് അറിയുക, അങ്ങനൊരു ഇതുണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് അന്ന് തൊട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമാണിത്. ഞാൻ പലയിടത്തും പോയി വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട്, എക്സിബിഷനുകൾ നടത്താറുണ്ട്. ഇപ്പം
ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അപ്പം ഇത് മലയാളത്തിൽ മാത്രം ഇതെഴുതിയാൽ ഈ സാധാരണ ജനം വിചാരിക്കുന്നത് ഞാൻ എൻ്റെ എന്തോ ഒരു കഴിവ് കാണിക്കുന്നു എന്നുള്ള, അതല്ല, എൻ്റെ കഴിവ് കാണിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഇത് ലോകത്തെല്ലായിടവും ഉണ്ടെന്ന് അറിയിക്കാൻ മികച്ച കലിഗ്രാഫർമാരും ലോകത്തെല്ലായിടവും ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ ഇതിന് നടത്തുന്നത്. വിദേശങ്ങളിൽ നിന്നും എല്ലാം വരുന്നു. പങ്കെടുക്കുന്നവർ പലരും ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടത്. ഈ എന്താണ് നമ്മുടെ ഇവിടുത്തെ അവരുടെ തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ വളർച്ചയും എല്ലാം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവലിനെ പറ്റിയിട്ട് എന്താണ് സർ പറയാനുള്ളത്? സാറിൻ്റെ ആ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണല്ലോ. കാച്ചടത്തപ്പ, അതിൻ്റെ ഒരു ജേർണിയും കൂടി പറയൂ. കാച്ചടത്തപ്പ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ആദ്യം ഫെസ്റ്റിവൽ ഞാൻ എൻ്റെ എക്സിബിഷൻ നടത്തിയപ്പോൾ സുന്ദർ മരിച്ചുപോയ സുന്ദർ ഇട്ട് തന്ന പേരാണ് ഈ കച്ചടത്തപ്പ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇതിൽ ഒരു നാഴികക്കല്ലാണ് സുന്ദറുമായിട്ടുള്ള ഇത്. അതുകൊണ്ട് ആ പേര് മാറ്റണ്ടെന്ന് വിചാരിച്ചാണ് ഞാനൊരു ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ. ഒരു വ്യക്തിയായിട്ട് ഇതേപോലൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ തുടങ്ങി, കാച്ചടത്തപ്പ ഫൗണ്ടേഷൻ. അപ്പോൾ അത് എൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ കലിഗ്രാഫി, ഞാൻ എഴുതിയ കലിഗ്രാഫിയിൽ ചെയ്ത 2-3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എക്സിബിഷന് ഞാൻ ഒരു ഗാലറി തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. കലിഗ്രാഫിക്ക് വേണ്ടി മാത്രമുള്ള ഇന്ത്യയിലെ ഏക ഗാലറിയാണ്. ഇന്ത്യയിൽ പലർത്തും എക്സിബിഷൻ നടക്കാറുണ്ടായാലും സ്ഥിരം ഗാലറി ഇല്ല. അപ്പോൾ അവിടെ ഞാൻ 20-25 ദിവസം കൂടുമ്പോൾ എല്ലാ വർക്കുകളും മാറ്റി പുതിയ വർക്കുകൾ വെക്കും. അങ്ങനെ പിന്നെ ഇതേപോലുള്ള ഫെസ്റ്റിവലുകളും ഒക്കെ നടത്തി ഇത് 10 വർഷം കൊണ്ട് ശരിയാക്കി എടുക്കണം. ഇനി 3-4 വർഷം കൂടെ ഉള്ളൂ. അപ്പം പല രാജ്യങ്ങളിൽ നിന്നുള്ള കാലിഗ്രാഫേഴ്സാണ് വരുന്നത് അല്ലേ? അപ്പം ഇവിടെ വരുന്ന ആളുകളിൽ അവരുടെ ഒരു ഇതിനെ എങ്ങനെയാണ് അവർ കാണുന്നത്? നേരത്തെ ഇതിന് പരിചയമുള്ള ആളുകളാണോ കൂടുതൽ ഈ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്യാൻ വരുന്നത്, അതോ ഇതിനോടുള്ള കൗതുകം കൊണ്ട് വരുന്ന ആൾക്കാരാണോ? അല്ല, പലരും ഇതിൻ്റെ താല്പര്യപ്പെട്ട് വരുന്നവരാണ്, കൗതുകം കൊണ്ട് വരുന്നവരും ഉണ്ട്. പിന്നെ കലിഗ്രാഫി എന്ന് കേട്ടിട്ടുണ്ട്, എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുക, അതിനുവേണ്ടി വരുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ വൈവിധ്യമുള്ള ലിപികളും രീതികളും ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ ഫെസ്റ്റിവലിനുള്ള വേറൊരു പ്രത്യേകത, കലിഗ്രാഫിക്ക് വേണ്ടി മാത്രം ഇന്ത്യയിൽ വേറെ ഫെസ്റ്റിവലില്ല, ഈ ഒരു ഫെസ്റ്റിവലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കുറച്ച് പേര്, കേരളത്തിന് പുറത്തുനിന്ന് വരെ ആളുകൾ വരുന്നുണ്ട്. തെക്കേ അറ്റമായതുകൊണ്ട് വടക്ക് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നവർ കുറവാണെന്നേ ഉള്ളൂ. എന്നാലും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ബോംബെ നിന്നും ഒക്കെ തന്നെ പലരും വരുന്നുണ്ട്. ഓക്കെ സർ, സാറിൻ്റെ മകൻ അപ്പുവൻ ഭട്ടതിരി ഇപ്പം ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു എഡിറ്റർ, അവാർഡ് വിന്നിങ് എഡിറ്റർ, ഫിലിം മേക്കർ. മകന് സാറിൻ്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഈ കല ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സാമ്യം ഈ കലയുമായിട്ടുള്ളൊരു പെർസെപ്ഷനിലുണ്ടോ? എന്തോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സിനിമ കാണാത്തത് കൊണ്ട് സിനിമയെ പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ. മകൻ്റെ വർക്കിലും സാറ് സംവിധാനം ചെയ്ത സിനിമ കണ്ടിട്ടുണ്ട്, മറ്റേ എഡിറ്റ് ചെയ്തൊന്നും അധികം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സാറ് പക്ഷേ അതിന് ടൈറ്റിൽ ചെയ്തിട്ടുണ്ടല്ലേ മകൻ്റെ വർക്ക്? അവൻ്റെ സംവിധാനം ചെയ്ത സിനിമയുടെ ടൈറ്റിൽ ഞാനാണ് ചെയ്ത് കൊടുത്തത്. അപ്പം അപ്പു ഇതുപോലെ ഒരു ആർട്ട് ഫീലാണല്ലോ തിരഞ്ഞെടുത്തത്. അപ്പോൾ സാറിന് അതിനെ എന്തായാലും തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കാരണം സാറും വരുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം അങ്ങനെ ഒരു ഇടത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എന്തൊരു ടൈപ്പ് ഓഫ് ഇപ്പം കൊച്ചിലേ തൊട്ടിട്ട് സാറ് വരകളിലും എഴുത്തുകളിലും ലോകത്താണ്. അപ്പം അപ്പുവിൽ എന്തൊക്കെയാണ് സാർ കണ്ടുള്ള ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ? അല്ല, അവൻ്റെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സിനിമ കാണുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ എതിർത്തിട്ടില്ല. അവന് അക്കാലത്ത് തൊട്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടാണെന്ന് തോന്നുന്നു നിരമണി നെറ്റൊക്കെ ഇതായി വന്ന ഒരു ബ്ലോഗ് എഴുതുന്നുണ്ടായിരുന്നു, ഇപ്പോഴും എഴുതുന്നുണ്ട്. അന്നൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അപ്പു സൻസാർ എന്നും പറഞ്ഞ് അവനെ കണ്ട സിനിമയെപ്പറ്റി എഴുതും. അത് പുതിയ സിനിമയെ പറ്റിയല്ല, ഇപ്പോൾ കാണുന്നത് സത്യജിത്രയുടെ ഒരു സിനിമയാണെങ്കിൽ അതിനെപ്പറ്റി അന്ന് എഴുതും. അങ്ങനെ ഓരോ ദിവസവും എഴുതാറുണ്ടായിരുന്നു. അതൊക്കെ ആദ്യകാലത്തൊക്കെ ഞാൻ വായിക്കാറുണ്ട്, നല്ല രീതിയിൽ. അപ്പോൾ അവന് എഴുത്തിൻ്റെ
ഒരു ഇതുകൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു സിനിമ ഇതായാലും ഒക്കെ അത് പെട്ടെന്ന് അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ട്. ഈ ഒരുപാട് ആലോചിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. അതിന് നല്ലതാ ഇന്ന രീതിയിലാണെന്നുമൊക്കെ മനസ്സിലാക്കുകയും നല്ല രീതിയിൽ ഞാനൊരിക്കൽ അവനോട് ഇങ്ങനെ പറയുകയും ചെയ്തു. എഡിറ്റർ എന്ന് പറയുന്നത് ഒരു സിനിമയെ മോശമാക്കാൻ ഏറ്റവും മിടുക്കൻ എഡിറ്ററാണ്. ഇപ്പം ക്യാമറ മോശമാണെന്നുണ്ടെങ്കിൽ ആരും അത്ര ശ്രദ്ധിക്കത്തില്ല, എല്ലാവരും കഥയിൽ ശ്രദ്ധിക്കുമ്പോൾ. മറ്റ് സംവിധാനം മോശമായാലും ഒന്നും മറ്റ് സാധാരണക്കാരെ ബാധിക്കുന്നില്ല. പക്ഷേ എഡിറ്റിങ് മോശമായ എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പം അതിൽ എഡിറ്റിങ് ഒരു കാരണവശാലും മോശമാക്കരുതെന്നുള്ള. ബാക്കിയെല്ലാം ഇപ്പോൾ അതിനകത്ത് പാടുന്ന ഒരു പാട്ട് ശ്രുതിയില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ല. പക്ഷേ എഡിറ്റിങ്ങിൽ എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ എല്ലാവരും അറിയുകയും ചെയ്യും. അത് അതുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വർക്കിൽ വേറൊരാൾ ഇടപെടുന്ന ഇഷ്ടമല്ലാത്ത പോലെ അവൻ്റെ വർക്കിൽ ഇടപെടുന്ന ഒരു രീതി എനിക്കില്ല, അത്രയേ ഉള്ളൂ. സാർ ഈ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണല്ലോ ഓൺ എ ഡെയിലി ബേസിസ് അല്ലേ? എത്ര നേരത്തെ, ഇതിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ തന്നെ അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും സാറിൻ്റെ ഒരു പ്രാക്ടീസ് അല്ലേ? എത്ര മണിക്കൂർ ഒരു ദിവസം, എത്ര മണി തൊട്ടിട്ടായിരിക്കും സാറിൻ്റെ ഒരു പ്രാക്ടീസ് തുടങ്ങുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രാഫിക് ഡിസൈനർ ആയതുകൊണ്ട് പകൽ മുഴുവൻ അത്തരം ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ കാലിഗ്രാഫി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ കയ്യുടെ വഴക്കം നഷ്ടപ്പെടുമോ എന്നൊരു ഇതുകൊണ്ടാണ് എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് 1-2 മണിക്കൂർ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യും. ആ സമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം ഈ ഫോൺ വരില്ല എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ഈ കാലിഗ്രാഫി ചെയ്യുന്നതും ഞാൻ മുൻകൂർ തീരുമാനിച്ചിട്ടൊന്നുമല്ല. ഒരു പേപ്പർ എടുത്ത് മുമ്പിൽ വെച്ച് കഴിയുമ്പോൾ കൈ നീട്ടുമ്പം എല്ലാ ടൂളുകളും ഞാനിങ്ങനെ മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. ഏത് ടൂളാണ് ആദ്യം കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് അങ്ങ് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് തുടങ്ങി കഴിയുമ്പം അതിൻ്റെ ഒരു തുടർച്ച ഉടനെ മനസ്സിൽ കിട്ടും. അങ്ങനെ ചെയ്ത് അല്ലാതെ മുൻകൂർ ആലോചിച്ചോ സ്കെച്ചിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഒരു ഫോൺ വരുവാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും വിളിക്കുന്ന ഒരു കാര്യവും ഇല്ലാതാണെന്ന് തോന്നുന്നത്. ഫോൺ വെറുതെ വിളിച്ച് വിശേഷം ചോദിക്കുകയും എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ ഇതിനെ കാര്യം വരയ്ക്കാനങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനൊരു കോള് വന്നാൽ ചിലപ്പോൾ വല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ഈ രാവിലത്തെ സമയമാകുമ്പോൾ ഫോൺ വരത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ആ സമയം തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ സാർ, എല്ലാവർക്കും ലൈഫിലൊരു ഫിലോസഫി ഉണ്ടല്ലോ, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ശീലിക്കുന്നത്. സാറിൻ്റെ ഫിലോസഫി എന്താണ് ജീവിതത്തിനെ പറ്റി? അങ്ങനൊന്നുമില്ല, എല്ലാം നന്നായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്കിപ്പം നമ്മുടെ ഷോ ടൈറ്റിൽ ഹൗ ഡിഡ് യു എന്നാണ് അല്ലേ? എങ്ങനെ? അപ്പം ഞാനിപ്പം ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് സാറിന് ഒറ്റ വാക്കിലോ 1-2 വാക്കിലോ പറയാമേ. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഹൗ ഡിഡ് യു ബിക്കം ഹൂ യു ആർ ടുഡേ? ഇന്ന് നിൽക്കുന്ന ഭട്ടതിരി സാർ, ഇത്രയും അറിവും ഇത്രയും എക്സ്പീരിയൻസും ഉള്ള ഭട്ടതിരി, ഹൗ ഡിഡ് യു ബിക്കം ഹൂ യു ആർ ടുഡേ? അങ്ങനെ വലിയ അറിവുണ്ടെന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഇപ്പം മലയാളം കാലിഗ്രാഫിയാണ് ചെയ്യുന്നത്, മലയാളം അക്ഷരത്തെറ്റില്ലാതെ എഴുതണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരെണ്ണം എഴുതി നന്നായില്ലെങ്കിൽ അത് വിട്ടുകളയുക, അടുത്തത് എഴുതുക എന്നേ ഉള്ളൂ. അല്ലാതെ അക്ഷരത്തെറ്റ് വരുന്നതിനോട് ഇച്ചിരൊരു വിഷമം തോന്നാറുണ്ട്. പക്ഷേ വേറൊരു അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് സ്വയം ബോധ്യമുണ്ട് താനും. കാര്യം ഈ കാലിഗ്രാഫിയെ സംബന്ധിച്ച് ആണ് നമ്മൾ എഴുതുന്നതെങ്കിലും വായിക്കാനല്ല എന്നാണ് എൻ്റെ. നമ്മൾ അതിൻ്റെ ആ കോമ്പോസിഷനും ആ നിറങ്ങളും എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിനെ കാലിഗ്രാഫി ആയിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ ഈ 4 വരി എഴുതി വെച്ചത് വായിക്കുക എന്നുള്ളതല്ല. ഞാൻ എല്ലാ ദിവസവും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും അതിന് കമൻ്റ് ഇടാറുണ്ട്, അത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഉത്തരവ് ഇത് വായിക്കാൻ വേണ്ടിയല്ല, കാണാൻ വേണ്ടിയാണെന്ന്. അതിനുള്ള എനിക്കുള്ള ന്യായീകരണം എന്ന് വെച്ചാൽ ഈ അറബി കാലിഗ്രാഫിയോ കൊറിയൻ കാലിഗ്രാഫിയോ ചൈനീസ് കാലിഗ്രാഫിയോ ഒക്കെ നമ്മൾ വായിക്കുന്നില്ല. വായിക്കാതെ നമ്മളത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തിന്, നമുക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നു, വായിക്കാൻ പറ്റാതാകുന്നു എന്നുള്ളതേ ഉള്ളൂ. വായിക്കേണ്ട കാര്യമില്ല, കണ്ട് ഇതാക്കിയാൽ മതി. ഓക്കെ സാർ, ഇത്രയും നേരം ഞങ്ങളുടെ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്ത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഹാവിങ് യു ഇൻ ദിസ് ഷോ സർ.
താങ്ക് യു സോ മച്ച്.